നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വാല്യുവേഷൻ ഓഫ് അസറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ്. എങ്ങനെയാണ് ഓരോ അസറ്റ്സ് നമ്മൾ വാല്യുവേഷൻ ചെയ്യുക, അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലയബിലിറ്റീസ് എങ്ങനെയാണ് വാല്യുവേഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് അസറ്റ്സിൻ്റെ വാല്യുവേഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്? ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബിസിനസ്സിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള അസറ്റ്, അതുപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻകം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരു ഇൻകം ഏർണിംഗ് പർപ്പസിന് വേണ്ടി നമ്മളുടെ ബിസിനസ്സിൽ പെർമനൻ്റ് ആയിട്ട് നമ്മളുടെ കയ്യിലുള്ള അസറ്റുകളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ വളരെ കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് എന്ത് റേറ്റിലാണ് നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റിൽ അത് കാണിക്കാറുള്ളത്? സാധാരണ നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ അസറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു ഡിപ്രീസിയേഷനും കൂടെ അതിൽ കാണിക്കാറുണ്ട്. അപ്പോൾ കോസ്റ്റ് പ്രൈസിൽ നിന്നും അതിൻ്റെ ഡിപ്രീസിയേഷൻ എമൗണ്ടും കൂടെ ലെസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ എന്തിൽ കാണിക്കാറുള്ളത്? ബാലൻസ് ഷീറ്റിൽ അത് കാണിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ, ആ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ വരും. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വരുന്നുണ്ട്, അതിൻ്റെ ഫ്രൈറ്റ്, കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ അല്ലേ. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് വാങ്ങുന്ന പൈസ, അതുപോലെ തന്നെ അതിൻ്റെ ഫ്രൈറ്റ് കൊണ്ടുവരാൻ വന്ന കൂലി, അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വന്നിട്ടുള്ള കോസ്റ്റ്, അതുപോലെ അസറ്റിന് എന്തെങ്കിലും റീകണ്ടീഷനിങ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒക്കെ ഇതിൽ വരുന്നതാണ്. ഇതൊക്കെ കൂടി കൂടുന്നതാണ് നമ്മൾ പറയുന്ന ഈ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി അതിൽ ഡിപ്രീസിയേഷനും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഡിപ്രീസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യണം, അസറ്റിൻ്റെ കോസ്റ്റ് കൺസിഡർ ചെയ്യണം, ആ ഒരു അസറ്റിൻ്റെ എക്സ്പെക്റ്റഡ് ലൈഫ്, എത്ര കാലം നമുക്കത് ഇനിയും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇപ്പോൾ കമ്പനീസിൻ്റെ ഒക്കെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനീസ് ആക്റ്റിൽ പറയുന്ന പ്രൊവിഷൻസ് അനുസരിച്ചിട്ടുള്ള ഡിപ്രീസിയേഷനാണ് സാധാരണ അതിൽ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഫിക്സഡ് അസറ്റ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രീ ഹോൾ ലാൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊന്നും ഡിപ്രീസിയേഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അസറ്റ്സ് ഒക്കെ അതിൻ്റെ കോസ്റ്റ് പ്രൈസിൽ തന്നെയാണ് നമ്മൾ അതിൽ വാല്യൂ ചെയ്യാറുള്ളത്. ഇപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് റീവാല്യൂ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഓഡിറ്റർ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ബേസിസ് ഓഫ് വാല്യുവേഷൻ എന്താണ്, എന്തിൻ്റെ ബേസിസിലാണ് വാല്യുവേഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അവിടെ ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ റീവാല്യുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലീഗൽ പ്രൊവിഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ കേസിൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നമുക്ക് പെർമനൻ്റ് ആയിട്ടൊരു ബിസിനസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അസറ്റുകൾ, അതിൽ നിന്ന് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള അസറ്റിനെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുക. അപ്പോൾ സാധാരണ ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് ഫിക്സഡ് അസറ്റ്സ് ഒക്കെ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് മൈനസ് ഡിപ്രീസിയേഷൻ, അസറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡിപ്രീസിയേഷനും കൂടെ ലെസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ കാണിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അസറ്റിൻ്റെ കോസ്റ്റ്, അതിൻ്റെ ഫ്രൈറ്റ്, അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജ്, എന്തെങ്കിലും റീകണ്ടീഷനിങ് ഒക്കെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ്, ഇതൊക്കെ കൂടിയതാണ് കോസ്റ്റ്. പിന്നെ നമ്മൾ അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യും. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോസ്റ്റ് ഓഫ് അസറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പെക്റ്റഡ് ലൈഫ്, അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. കമ്പനീസിൻ്റെ കേസിലാണെങ്കിൽ കമ്പനീസ് ആക്റ്റിൽ പറയുന്ന പ്രൊവിഷൻസ് അനുസരിച്ചിട്ടായിരിക്കും. പിന്നെ ഫിക്സഡ് അസറ്റ്സ് ലൈക്ക് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് ഒക്കെ, ഫ്രീ ഹോൾഡ് ലാൻഡ് ഒക്കെ ആണെങ്കിൽ അവിടെ ഒരിക്കലും നമുക്ക് ഡിപ്രീസിയേഷൻ ഒന്നും ഉണ്ടാവില്ല. സോ നമ്മളത് അസറ്റ്സ് ഒക്കെ അതിൻ്റെ കോസ്റ്റ് പ്രൈസിൽ തന്നെയായിരിക്കും വാല്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പോലുള്ള അസറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റീവാല്യുവേഷൻ ചെയ്യും. അപ്പോൾ അവിടെ ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ വാല്യുവേഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒക്കെ അവിടെ ഫോളോ ചെയ്തിട്ടുണ്ടോ, പിന്നെ റീവാല്യുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലീഗൽ പ്രൊവിഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന അസറ്റ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ ഫിക്സഡ് അസറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഇനി കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡിലേക്കുള്ളതാണ്. അപ്പോൾ കറണ്ട് അസറ്റ്സിൽ നമ്മൾ ഏതൊക്കെയാണ് സാധാരണ കൺസിഡർ ചെയ്യാറുള്ളത്? ഇൻവെൻട്രീസ് വരും, ബുക്ക് ഡെപ്റ്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ഇതൊക്കെ നമ്മളുടെ കറണ്ട് അസറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രകാരം നമ്മൾ ഇൻവെൻട്രീസ് ഒക്കെ വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസോ, ഇതിൽ വിച്ചെവർ ഈസ് ലോവർ എന്നുള്ള ഒരു പോളിസി ഫോളോ ചെയ്തുകൊണ്ടാണ് സാധാരണ നമ്മൾ ഇൻവെൻട്രീസ് ഒക്കെ വാല്യൂ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ കറണ്ട് അസറ്റ്സ് ലൈക്ക് ടൂൾസ് ലൂസ് ടൂൾസ് ഒക്കെ നമ്മൾ വാല്യൂ ചെയ്യുന്നത് അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മെത്തേഡ് വെച്ചിട്ടാണ്. സൺട്രി ഡെറ്റേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് ലെസ് പ്രൊവിഷൻ മെയ്ഡ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, അല്ലേ? കോസ്റ്റ് പ്രൈസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഒക്കെ ലെസ് ചെയ്ത് കാണിക്കാറുണ്ട്. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ എന്നുള്ള പോളിസിയാണ്. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ഇൻ ബാങ്ക്, ക്യാഷ് അറ്റ് ബാങ്ക് ഒക്കെ അത് നമുക്കറിയാം, അതൊക്കെ ലിക്വിഡ് ക്യാഷ് ആണ്. സോ അതുകൊണ്ട് തന്നെ അതിനൊരു പർട്ടിക്കുലർ വാല്യുവേഷൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഓഡിറ്റർ മേ ചെക്ക് ദ മെത്തേഡ് യൂസ്ഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്. അപ്പോൾ ഓഡിറ്റർ അവിടെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻവെൻട്രീസിൻ്റെ വാല്യുവേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. അപ്പോൾ പലതരത്തിലുള്ള മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഇപ്പോൾ ഫിഫോ, ലിഫോ, നമുക്കറിയാം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലിഫോ ഫിഫോ ഒക്കെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. സിമ്പിൾ ആവറേജ് കോസ്റ്റ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ബേസ് സ്റ്റോക്ക് മെത്തേഡ്, ഇതൊക്കെയാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. അപ്പോൾ സാധാരണ കേസിൽ ഓഡിറ്റർ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. സ്റ്റോർ കീപ്പറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പോൾ ഇൻവെൻട്രീസിൻ്റെ വാല്യുവേഷൻ ചെയ്യുമ്പോൾ മറ്റേതെങ്കിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും. അതായിരിക്കും സാധാരണ കേസിൽ ഓഡിറ്റർ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അവിടെ നോക്കുന്നത് ഇപ്പോൾ നമ്മൾ വാല്യുവേഷന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സിൻ്റെ കൺസിസ്റ്റൻസി ആണ് അവിടെ ഓഡിറ്റർ മെയിനായിട്ടും ചെക്ക് ചെയ്യേണ്ടത്. സപ്പോസ് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഓഡിറ്റർ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓഡിറ്റർ അവിടെ ചില തരത്തിലുള്ള ടെസ്റ്റ് ചെക്കുകൾ ഒക്കെ കണ്ടക്ട് ചെയ്യും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം തന്നെയാണ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഓഡിറ്റർക്ക് സ്വയം ഒന്ന് കൺവിൻസിങ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ടെസ്റ്റ് ചെക്കുകളൊക്കെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അസറ്റ്സ് ആണ്. അപ്പോൾ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡിലേക്കുള്ളതാണ്. കറണ്ട് അസറ്റ്സിൽ വരുന്നത് ഇൻവെൻട്രീസ്, ബുക്ക് ഡെപ്റ്റ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റി, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രകാരം ഇൻവെൻട്രീസ് ഒക്കെ വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ എന്ന് പറയുന്ന ഒരു പോളിസി ഫോളോ ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ലൂസ് ടൂൾസ് പോലെയുള്ള കറണ്ട് അസറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മെത്തേഡ് പ്രകാരമാണ് അത് വാല്യൂ ചെയ്യുക. സൺട്രി ഡെപ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റ് അതിൽ നിന്നും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഒക്കെ ലെസ് ചെയ്ത് കാണിക്കും. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ ആയിരിക്കും. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും അതൊക്കെ ലിക്വിഡ് ക്യാഷ് ആണ്. സോ അതിനൊരു വാല്യുവേഷൻ്റെ ആവശ്യം ഇല്ല. പിന്നെ ഇവിടെ ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം ദ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ആണ്, വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്. അപ്പോൾ പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. ലിഫോ, ഫിഫോ, അതുപോലെ സിമ്പിൾ ആവറേജ് കോസ്റ്റ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള പല മെത്തേഡ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ സാധാരണ കേസിൽ ഓഡിറ്റർ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത് ഏതെങ്കിലും സ്റ്റോർ കീപ്പർ ഇൻവെൻട്രീസിൻ്റെ സ്റ്റോർ കീപ്പർ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റെസ്പോൺസിബിൾ പേഴ്സൺസ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സോ ഒക്കെ ആയിരിക്കും. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മെത്തേഡ് യൂസ്ഡ് ഫോർ ഇൻവെൻട്രി വാല്യുവേഷൻ കൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. If there is any deviation, it should be disclosed in the financial statements.
മാത്രമല്ല ഓഡിറ്റർ അവിടെ ചില ടെസ്റ്റ് ചെക്കുകളൊക്കെ നടത്തും. ഇറ്റ് ഈസ് ഡൺ ടു കൺവിൻസ് ഹിംസെൽഫ് ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസ് അറൈവ്ഡ് അറ്റ് ആസ് പെർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നെക്സ്റ്റ് നമ്മളുടെ അസറ്റ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഇൻടാഞ്ചിബിൾ അസറ്റ്, അതായത് നമുക്ക് കാണാനോ തൊടാനോ ഒന്നും പറ്റാത്ത അസറ്റ്സ്. നമുക്കറിയാം ഏതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റിൽ വരിക. ഗുഡ് വില്ല് വരും, പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്, ഇതൊക്കെയാണ് സാധാരണ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഇപ്പോൾ ക്ലയൻറ്റ് ഇതിൻ്റെ എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിത് ഫുൾ എമൗണ്ട് നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കാനൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഇത് കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ റിട്ടേൺ ഓഫ് ഓവർ ദ പീരീഡ്സ് അല്ലേ. ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മൾ എന്താ ചെയ്യുക, ഒറ്റയടിക്കല്ല റൈറ്റ് ഓഫ് ചെയ്യുന്നത്, അത് പല വർഷങ്ങളിലായിട്ടാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ കാരണം അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഓവർ ദ ഇയേഴ്സ് നമുക്ക് ഒരുപാട് ഫ്യൂച്ചർ പീരീഡ്സിലേക്ക് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട്. സോ അത് പല വർഷങ്ങളിൽ കൂടിയിട്ടാണ് നമ്മളത് ട്രീറ്റ് ചെയ്യുന്നത്. ബട്ട് ദ ഓഡിറ്റർ കനോട്ട് കമ്പൽ ദ ക്ലയൻറ്റ്. പക്ഷേ ഓഡിറ്റർക്ക് ഒരിക്കലും ഒരു ക്ലയൻറ്റിനെ കമ്പൽ ചെയ്യാനായിട്ട് പറ്റില്ല. എന്തിനു വേണ്ടിയിട്ട്? ടു റൈറ്റ് ഓഫ് ദ എമൗണ്ട് ഫുള്ളി ഇഫ് ദർ ഈസ് സം റീസൺ ഫോർ ഇറ്റ്സ് കണ്ടിന്യൂൻസ് ഇൻ ബാലൻസ് ഷീറ്റ്. അത് ബാലൻസ് ഷീറ്റിൽ അത് കാണിക്കാൻ, അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് എന്തെങ്കിലും റീസൺസ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഓഡിറ്റർക്ക് ക്ലയൻറ്റിനോട് അത് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഫുള്ളി റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. ദീസ് അസറ്റ് ഷുഡ് ബി ഷോൺ ഇൻ ദ ബുക്സ്. ഇത് സാധാരണ നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ അതിൽ നിന്ന് നമ്മൾ എന്നാണോ നമ്മൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ആ റൈറ്റ് ഓഫ് ചെയ്ത അതിൻ്റെ ആ ഡേറ്റ് വരെയുള്ള റൈറ്റ് ഓഫ് ചെയ്ത എമൗണ്ട് ലെസ് ചെയ്തിട്ടും ആണ് കാണിക്കാറുള്ളത്. The auditor should verify the compliance of Accounting Standards 25 by ICAI regarding valuation of intangible asset. അപ്പോൾ ഇവിടെ ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 26 ICAI പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 26 ഫോളോ ചെയ്യുന്നുണ്ടോ, ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ വാല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 26 പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താം. അപ്പോൾ നമ്മൾ 3 അസറ്റിൻ്റെ കാര്യങ്ങൾ പഠിച്ചു. ഫിക്സഡ് അസറ്റ് പഠിച്ചു, കറൻറ്റ് അസറ്റ് പഠിച്ചു, പിന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റിൽ ഗുഡ് വില്ല്, പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്സ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ കാര്യം ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഒക്കെ പല വർഷങ്ങളിലായിട്ടാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാറുള്ളത്. കാരണം അതിൻ്റെ ബെനിഫിറ്റ്സ് പല വർഷങ്ങളിൽ നമുക്ക് തിരിച്ച് കിട്ടാനുള്ളതാണ്. അതേസമയം ഓഡിറ്റർക്ക് ഒരിക്കലും ഒരു ക്ലയൻറ്റിനെ കമ്പൽ ചെയ്യാനായിട്ട് പറ്റില്ല, അതായത് ഫുള്ളി ആ ഒരു എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ. ബിക്കോസ് അവിടെ ബാലൻസ് ഷീറ്റിൽ അത് കാണിക്കുന്നതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടായിരിക്കും. റീസൺസ് ഉള്ളിടത്തോളം അത് ഫുള്ളായിട്ട് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഒരു ഓഡിറ്റർക്ക് ഒരിക്കലും ക്ലയൻറ്റിനെ കമ്പൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ബുക്സിൽ ഇത് സാധാരണ റെക്കോർഡ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസും അതിൽ നിന്ന് ആ ഡേറ്റ് വരെയുള്ള എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നതും ലെസ് ചെയ്തിട്ടാണ് കാണിക്കാറുള്ളത്. ഇനി ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആണ്. എന്തിനാണ് നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുക? ഇപ്പോൾ സാങ്കല്പികമായിട്ടുള്ള അസറ്റ്സ്, അതിനെയാണ് നമ്മൾ സാധാരണ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസ് ഇൻകേർഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കമ്പനീസ്. കമ്പനി ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിലിമിനറി എക്സ്പെൻസ് കുറച്ച് എക്സ്പെൻസ് വരും. അതുപോലെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓഫ് ഡിബെഞ്ചേഴ്സ്, സ്പെഷ്യൽ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ലോഞ്ചിങ് പ്രൊഡക്റ്റ് ക്യാമ്പയിൻ. ഒരു പ്രൊഡക്റ്റ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് സ്പെഷ്യൽ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറൊക്കെ വരും. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ഫിക്റ്റീഷ്യസ് അസറ്റിൽ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഈ അസറ്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദ എമൗണ്ട് നോട്ട് റിട്ടേൺ ഓഫ് ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ് മിസലേനിയസ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാത്ത ബാലൻസ് എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് മിസലേനിയസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു ഹെഡിൻ്റെ അണ്ടറിലാണ് സാധാരണ അത് കാണിക്കുന്നത്. അപ്പോൾ എന്നാൽ പോലും നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് പരമാവധി പറ്റുന്ന അത്ര വേഗത്തിൽ തന്നെ അത് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. ഫിക്റ്റീഷ്യസ് അസറ്റ് ഷുഡ് ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഇൻകേർഡ്. അത് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് നമ്മൾ വാല്യൂ ചെയ്യുന്നത് അതിന് എത്രത്തോളം കോസ്റ്റ് വന്നു, അതുപോലെ തന്നെ അതിൽ നിന്ന് ആ ബാലൻസ് ഷീറ്റ് ഡേറ്റ് വരെ
റൈറ്റ് ഓഫ് ചെയ്യാത്ത എമൗണ്ട് ലെസ് ചെയ്ത് കാണിച്ചിട്ടാണ്. ദ ഓഡിറ്റർ ഷുഡ് സാറ്റിസ്ഫൈ ഹിംസെൽഫ് റിഗാർഡിംഗ് ദ റീസൺ. മാത്രമല്ല ഓഡിറ്റർ അവിടെ സ്വയം കൺവിൻസിങ് ആവേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ബാലൻസ് ഷീറ്റിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നതിനുള്ള റീസൺ എന്താണ്, അത് കൺവിൻസിങ് ആയിരിക്കണം ഓഡിറ്റർക്ക്. സോ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത് റിയലൈസബിൾ വാല്യൂ ഇല്ലാത്തതാണ്. ഫിക്റ്റീഷ്യസ് അസറ്റ്സിൽ വരുന്നത് ഇപ്പോൾ ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ തുടക്ക സമയത്ത് വരുന്ന കുറച്ച് പ്രിലിമിനറി എക്സ്പെൻസ്, അതുപോലെ തന്നെ ഷെയർസും ഡിബെഞ്ചേഴ്സും ഇഷ്യൂ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട്സ്, ഒരു പ്രൊഡക്റ്റ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വരുന്ന സ്പെഷ്യൽ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഇതൊക്കെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റിൽ വരുന്നത്. അപ്പോൾ ഇത് ക്യാപിറ്റൽ നേച്ചറിലുള്ള അസറ്റാണ്. സോ ഇത് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാത്ത എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു ഹെഡിൽ കാണിക്കാറുണ്ട്. അപ്പോൾ ഇത് എന്നിരുന്നാൽ പോലും ഇത് നമ്മൾ മാക്സിമം സ്പീഡിൽ റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഒക്കെ സാധാരണ വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് മൈനസ് നോട്ട് ദ എമൗണ്ട് റിട്ടേൺ ഓഫ് അപ് ടു ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വരെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള എമൗണ്ടും ആണ് അതിൽ നിന്ന് ലെസ് ചെയ്ത് കാണിച്ചിട്ടാണ് കാണിക്കുന്നത്. പിന്നെ എന്ത് റീസൺ കൊണ്ടാണ് ബാലൻസ് ഷീറ്റിൽ ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ അതിലും കൂടെ ഇവിടെ ഓഡിറ്റർ കൺവിൻസിങ് ആവേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ വേസ്റ്റിംഗ് അസറ്റ്സ് ആണ്. വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത് വേസ്റ്റിംഗ് അസറ്റ്സ് ആർ ദോസ് ഫിക്സഡ് അസറ്റ്സ് വിച്ച് ആർ ഡിപ്ലീറ്റഡ് ഗ്രാജ്വലി ഓർ എക്സോസ്റ്റഡ് ഇൻ ദ പ്രോസസ് ഓഫ് വർക്കിംഗ്. അപ്പോൾ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത് ഗ്രാജ്വലായിട്ട് ഡിപ്ലീറ്റ് ചെയ്ത് പോവുക, അതായത് നമ്മൾ ഉപയോഗിക്കും തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുക, കുറഞ്ഞു വരിക. അങ്ങനെയുള്ള ഇപ്പോൾ വർക്കിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുക, ഉപയോഗിക്കും തോറും കുറഞ്ഞു വരിക. ഫോർ എക്സാമ്പിൾ മൈൻ, ക്വാറി, ഓയിൽ വെൽ, ഇതൊക്കെയാണ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുക വേസ്റ്റിംഗ് അസറ്റിൽ. അപ്പോൾ ഇങ്ങനെയുള്ള വേസ്റ്റിംഗ് അസറ്റിൻ്റെ വാല്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം നമുക്ക് അറിയാനായിട്ട് പറ്റില്ല ഇനി എത്രത്തോളം മൈൻ അവിടെ നമ്മൾ എക്സോസ്റ്റ് ചെയ്തു എന്നുള്ളതോ അല്ലെങ്കിൽ ഇനി എത്രത്തോളം ബാക്കിയുണ്ട്, ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അതിൻ്റെ വാല്യൂഷൻ ഡിഫിക്കൽട്ടാണെന്നുള്ളത് പറയുന്നത്. അപ്പോൾ സാധാരണ ദ കോമൺ മെത്തേഡ് ഓഫ് വാല്യൂഷൻ ഓഫ് ദിസ് അസറ്റ് ഈസ് ദ വാല്യൂ ഓഫ് സച്ച് ആൻ അസറ്റ് ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഇത് കാണിക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ കോസ്റ്റിൽ കാണിക്കും. എന്നിട്ട് അതിന് പ്രൊവിഷൻസ്, അതായത് ഡിപ്രീസിയേഷൻ പ്രൊവിഷൻസ് കൊടുക്കുകയാണ് ചെയ്യുക. ആൻഡ് പ്രൊവിഷൻ മെയ്ഡ് ഫോർ ഡിപ്രീസിയേഷൻ ഓർ ഡിപ്ലീഷൻ ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ അസറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ കോസ്റ്റിൽ കാണിക്കും, എന്നിട്ട് അതിൽ നിന്നും അതിൻ്റെ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത് കാണിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും അസറ്റുകളുടെ വാല്യൂഷനാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ വാല്യൂഷൻ ഓഫ് അസറ്റിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ഫിക്സഡ് അസറ്റ്സ് ആണ്. അപ്പോൾ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഏർണിംഗ് പർപ്പസിന് വേണ്ടി നമ്മളുടെ ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യുന്ന അസറ്റിനെയാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. സാധാരണ നമ്മളത് ട്രീറ്റ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിൽ നമ്മളത് കാണിക്കും, എന്നിട്ട് അതിൻ്റെ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തിട്ടാണ് കാണിക്കാറുള്ളത്. അപ്പോൾ അതിൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ദെൻ അതിൻ്റെ ഫ്രൈറ്റ്, കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ, അതുപോലെ റീകണ്ടീഷനിങ്ങിനൊക്കെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ്, ഇതൊക്കെ കൂടുന്നതാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അസറ്റിൻ്റെ കോസ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പെക്റ്റഡ് ലൈഫ് എത്രത്തോളം ഉണ്ട്, പിന്നെ അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. ഒരു കമ്പനിയുടെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്റ്റിൽ പറയുന്ന പ്രൊവിഷൻസ് പ്രകാരമാണ് ഡിപ്രീസിയേഷൻ കാണിക്കുന്നത്. അതിൽ ഇപ്പോൾ ഫ്രീ ഹോൾഡ് ലാൻഡ് പോലെയുള്ള ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ അതിന് ഡിപ്രീസിയേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് അതിൻ്റെ കോസ്റ്റിൽ തന്നെയാണ് വാല്യൂ ചെയ്യുക. ഇപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെ പോലെയുള്ളതാണെങ്കിൽ അതിന് റീവാല്യൂ ചെയ്യാറുണ്ട്. സോ ഓഡിറ്റർ അവിടെ എന്ത് ബേസിസിലാണ് വാല്യൂഷൻ കണ്ടക്ട് ചെയ്യുന്നത്, അതുപോലെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്തിട്ടില്ലേ, റീവാല്യൂഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ലീഗൽ പ്രൊവിഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടില്ലേ എന്നുള്ളതൊക്കെ ഓഡിറ്റർ അവിടെ ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് കറണ്ട് അസറ്റിനെ പറ്റി പറഞ്ഞിരുന്നു. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഷോർട്ട് പീരീഡിലേക്കുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇൻവെൻട്രീസ്, ബുക്ക് ഡെപ്റ്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ് ഒക്കെയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ട് ഇൻവെൻട്രീസ് നോർമലി നമ്മൾ വാല്യൂ ചെയ്യുന്നത് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ എന്നുള്ള പോലെയാണ്.
കറണ്ട് അസറ്റ്സ് ഇപ്പോൾ ലൂസ് ടൂൾസ് ഒക്കെ പോലുള്ള കറണ്ട് അസറ്റ്സ് ആണെങ്കിൽ അത് വാല്യൂ ചെയ്യുന്നത് റീപ്ലേസ്മെന്റ് കോസ്റ്റ് മെത്തേഡിലാണ്. സൺട്രി ഡെറ്റേഴ്സ് ആണെങ്കിൽ കോസ്റ്റിൽ നിന്ന് അതിൻ്റെ പ്രൊവിഷൻ ബാഡ് ഡെപ്റ്റിൻ്റെയും ഡൗട്ട്ഫുൾ ഡെപ്റ്റിൻ്റെയും ഒക്കെ പ്രൊവിഷൻസ് ലെസ് ചെയ്തിട്ടാണ് ചെയ്യുക. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആണെങ്കിൽ കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ആണെങ്കിൽ അതൊക്കെ ലിക്വിഡ് ക്യാഷ് ആണ്. സോ അവിടെ ഒരു പർട്ടിക്കുലർ വാല്യൂഷൻ കണ്ടക്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. പിന്നെ അവിടെ ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, വാട്ട് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ വാല്യൂഷൻ. മെത്തേഡ്സ് മേ ബി ഓഫ് ലിഫോ, ഫിഫോ, സിമ്പിൾ ആവറേജ് കോസ്റ്റ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ബേസ് സ്റ്റോക്ക് മെത്തേഡ്സ് എക്സെട്ര. അപ്പോൾ ഓഡിറ്റർ അവിടെ നോർമൽ കേസിൽ ഓഡിറ്റർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ദ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ സ്റ്റോർ കീപ്പർ ഇൻ കേസ് ഓഫ് ഇൻവെൻട്രീസ്. അതുപോലെ തന്നെ റെസ്പോൺസിബിൾ പേഴ്സൺ, ഇൻവെൻട്രീസിൻ്റെ വാല്യൂഷൻ കണ്ടക്ട് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സിനെയാണ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓഡിറ്റർ അവിടെ ചില സമയത്ത് ചില ടെസ്റ്റ് ചെക്കുകളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 2 പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ടാണ്. പിന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ് ഗുഡ് വിൽ, അതുപോലെ പാറ്റൻസ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ഇതൊക്കെയാണ് സാധാരണ ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് കാണാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറില്ല, അസറ്റ്സ് ഒക്കെ നമ്മൾ പല വർഷങ്ങളിലായിട്ടാണ് റൈറ്റ് ഓഫ് ചെയ്യുക. ഒറ്റ വർഷത്തിൽ ഫുള്ളി നമ്മൾ ഒരിക്കലും റൈറ്റ് ഓഫ് ചെയ്യാറില്ല. ഇതിന് കാരണം ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് പല വർഷങ്ങളിൽ നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ്. സോ ഒരു ഓഡിറ്റർക്ക് ഒരിക്കലും ഒരു ക്ലയൻറ്റിനെ ഫുള്ളി ആ ഒരു എന്താ പറയുക എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഒരിക്കലും കമ്പൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ സാധാരണ ബുക്കിൽ കോസ്റ്റ് പ്രൈസ് കാണിച്ച് അതിൽ നിന്നും റൈറ്റ് ഓഫ് ചെയ്തിട്ടൊക്കെയാണ് കാണിക്കാറുള്ളത്. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് നോ റിയലൈസബിൾ വാല്യൂ, പ്രീപെയ്ഡ് എക്സ്പെൻസ്, പ്രിലിമിനറി എക്സ്പെൻസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, സ്പെഷ്യൽ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ലോഞ്ചിങ് പ്രൊഡക്റ്റ് ക്യാമ്പയിൻ, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇത് ക്യാപിറ്റൽ നേച്ചറിലുള്ള ഒരു എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് തന്നെ എമൗണ്ട് നോട്ട് റിട്ടേൺ ഓഫ് ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. അത് നമ്മൾ എങ്ങനെയാണ് കാണിക്കുക, മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു ഹെഡിലാണ് കാണിക്കാറുള്ളത്. എന്നാൽ പോലും ഇത് മാക്സിമം സ്പീഡായിട്ട് നമ്മളത് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് ലെസ് എമൗണ്ട് റിട്ടേൺ ഓഫ് ആണ്. അങ്ങനെയാണ് സാധാരണ അത് വാല്യൂ ചെയ്യുന്നത്. ദെൻ വേസ്റ്റിംഗ് അസറ്റ് ആണ്. വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കും തോറും അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരിക, അല്ലെങ്കിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുക, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ മൈൻ, ക്വാറി, ഓയിൽ വെൽ എക്സെട്ര, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂഷൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഇനി എത്രത്തോളം മൈൻ നമ്മൾ ഉപയോഗിച്ച് തീർത്തു, ഇനി എത്രത്തോളം ഉണ്ട്, അതുപോലെ മിനറൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും എത്രത്തോളം ഇനി ബാക്കിയുണ്ട്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ടാണ് അതിൻ്റെ വാല്യൂഷൻ ഡിഫിക്കൽട്ട് ആണെന്നുള്ളത് പറയുന്നത്. അപ്പോൾ കോമൺ മെത്തേഡ് ഇതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള ടൈപ്പ് അസറ്റിൻ്റെ വാല്യൂഷനുള്ള കോമൺ മെത്തേഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് കാണിക്കും, എന്നിട്ട് അതിന് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത് കാണിക്കുക, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാല്യൂഷൻ ഓഫ് ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസിൻ്റെ വാല്യൂഷൻ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ലോങ് ടേം ലയബിലിറ്റീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ലോങ് ടേം ലയബിലിറ്റീസിൽ അപ്പോൾ നമുക്കറിയാം ലോങ് ടേം ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ ലോങ് ടേം ബോറോയിങ്സിനെയാണ് നമ്മൾ ലോങ് ടേം ലയബിലിറ്റി എന്ന് പറയുക. അപ്പോൾ അതിൽ ബോൺസും ഡിബെഞ്ചേഴ്സ്, ബാങ്ക്സും അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്നുള്ള ലോൺസ്, സബ്സിഡിയറി കമ്പനിയിൽ നിന്നുള്ള ലോൺസ് ഇതൊക്കെയാണ് സാധാരണ നമ്മളുടെ ലോങ് ടേം ലയബിലിറ്റീസിൽ വരാറുള്ളത്. അപ്പോൾ ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദാറ്റ് ദ ബോറോയിങ്സ് ആർ മെയ്ഡ് വിതിൻ ദ ടൈം. ഇവിടെ ഓഡിറ്റർ എക്സാമിൻ ചെയ്യേണ്ട കാര്യം, ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടത്, അപ്പോൾ ഓരോ കമ്പനിക്കും ഇത്ര എമൗണ്ട് വരെ ആണ് അതിനൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും, മാക്സിമം ബോറോയിങ് പവർ ഉണ്ടായിരിക്കും, അത്ര വരെ മാത്രമേ അവർക്ക് ബോറോ ചെയ്യാനായിട്ട് പാടുള്ളൂ, ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അപ്പോൾ നമ്മളുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലൊക്കെയാണ് അതിലാണ് ഈ പ്രൊവിഷൻസ് ഒക്കെ പറയുക. അതുപോലെ തന്നെ ആ ഒരു ലിമിറ്റിനുള്ളിൽ തന്നെയാണ് ബോറോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓഡിറ്റർ അവിടെ വെരിഫൈ ചെയ്യേണ്ടതാണ്. The terms of borrowings may specify the amount payable on maturity. അപ്പോൾ ബോറോയിങ്സിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും മെച്യൂരിറ്റി ഡേറ്റിൽ എത്ര എമൗണ്ട് ആണ് തിരിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത്.
ചില സമയത്ത് ഡിബെഞ്ചേഴ്സ് ഒക്കെ റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലോ ഒക്കെ ആയിരിക്കും. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, പബ്ലിക് ഡെപ്പോസിറ്റ്, ഇതൊക്കെ നമ്മൾ മെച്യൂരിറ്റിയിൽ റീപേയ്മെൻ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യേണ്ടി വരും. സോ ദ ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇൻ ദ അഗ്രിമെൻറ്റ്. ഇപ്പോൾ ബോറോ ചെയ്യുമ്പോൾ നമ്മളൊരു അഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എന്താണെന്നുള്ളത് ഓഡിറ്റർ അവിടെ വെരിഫൈ ചെയ്യണം. അപ്പോൾ ലോങ് ടേം ലയബിലിറ്റീസിൻ്റെ കേസിൽ ഇത്രയാണ് പറയുന്നത്. ലോങ് ടേം ലയബിലിറ്റീസ് ദാറ്റ് മീൻസ് ലോങ് ടേം ബോറോയിങ്സ് ഓഫ് ദ എൻറ്റിറ്റി. അപ്പോൾ അതിൽ ബോൺസും ഡിബെഞ്ചേഴ്സും ഒക്കെ വരും. ബാങ്കിൽ നിന്നും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മൾ വാങ്ങുന്ന ലോൺസ്, സബ്സിഡിയറി കമ്പനീസിൽ നിന്നുള്ള ലോൺസ്, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ഓഡിറ്റർ അവിടെ വെരിഫൈ ചെയ്യാനായിട്ട് പോകുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലെ പ്രൊവിഷൻസിൽ പറയുന്ന ഒരു ലിമിറ്റിൽ തന്നെയാണ് ബോറോയിങ്സ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ പ്രൊവിഷൻസും ഫോളോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. ഡിബെഞ്ചേഴ്സൊക്കെ ചിലപ്പോൾ റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലായിരിക്കും, ചിലപ്പോൾ ഡിസ്കൗണ്ടിലായിരിക്കും. അപ്പോൾ മെച്യൂരിറ്റി ഡേറ്റിൽ അതുപോലെ ഓഡിറ്റർ എത്ര എമൗണ്ട് നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അതിൽ പറയുന്നുണ്ടായിരിക്കും. സോ ദ ഓഡിറ്റർ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, എഗ്രിമെൻറ്റിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്നുള്ളത് വെരിഫൈ ചെയ്യണം. ഇനി കറൻറ്റ് ലയബിലിറ്റീസ് ആണ്. ഇപ്പോൾ നമ്മൾ ലോങ് ടേം ലയബിലിറ്റീസ് ഡിസ്കസ് ചെയ്തു. ഇനി കറൻറ്റ് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ കറൻറ്റ് ലയബിലിറ്റീസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, കറൻറ്റ് ലയബിലിറ്റീസ് ആർ ഷോർട്ട് ടേം ബോറോയിങ്സ് റീപേയബിൾ വിതിൻ എ പീരീഡ് ഓഫ് 1 year. അപ്പോൾ ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ലോങ് ടേം ബോറോയിങ്സ് ആണെന്ന് പറഞ്ഞു. കറൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഷോർട്ട് ടേം ബോറോയിങ്സ് ആണ്. റീപേയ്മെൻറ്റ് എന്ന് പറയുന്നത് വിതിൻ 1 year, ഒരു വർഷത്തിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ റീപേയ്മെൻറ്റ് നടത്തേണ്ടത്. ഇതിൽ ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, വർക്കിംഗ് ക്യാപിറ്റൽ, ലോൺസ് ഫ്രം ബാങ്ക്സ് ആൻഡ് ഡയറക്ടേഴ്സ്, ഇതൊക്കെയാണ് സാധാരണ കറൻറ്റ് ലയബിലിറ്റീസിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ബുക്ക് വാല്യൂവിലാണ്. അപ്പോൾ അതിൽ വാല്യുവേഷൻ്റെ കേസിൽ യാതൊരു പ്രോബ്ലംസും അവിടെ വരുന്നില്ല. ഓഡിറ്റർ അവിടെ വെരിഫൈ ചെയ്യേണ്ടത് അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും എഗ്രിമെൻറ്റ്സും ഒക്കെയാണ് അവിടെ ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടത്. He should also obtain confirmation from creditors for determining the amount due to creditors. പിന്നെ നോക്കേണ്ട ഒരു കാര്യം, അവിടെ ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ട, കൺഫേം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും കൺഫർമേഷൻ കിട്ടിയിരിക്കണം. അതായത് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് ഇത്രയാണ് എന്ന് പറയുന്ന ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു കൺഫർമേഷനും കൂടി അവിടെ കിട്ടിയിരിക്കണം. അപ്പോൾ കറൻറ്റ് ലയബിലിറ്റീസിൽ നമ്മൾ പറഞ്ഞത് കറൻറ്റ് ലയബിലിറ്റീസ് ആർ ഷോർട്ട് ടേം ബോറോയിങ്സ് ആണ്. അതിൻ്റെ റീപേയ്മെൻറ്റ് എന്ന് പറയുന്നത് വിതിൻ എ പീരീഡ് ഓഫ് 1 year ആണ്. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും. ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, വർക്കിംഗ് ക്യാപിറ്റൽ, ലോൺസ്, ഇതൊക്കെയാണ് വരുന്നത്. സാധാരണ അത് ബുക്ക് വാല്യൂവിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ അവിടെ വേറെ ഇഷ്യൂസ് ഒന്നും വരാറില്ല. പിന്നെ അവിടെ ഓഡിറ്റർ ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ എഗ്രിമെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യും. ഇനി ക്രെഡിറ്റേഴ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, ക്രെഡിറ്റേഴ്സിന് ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളതിനെ പറ്റി ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഇവിടെ ഓഡിറ്റർക്ക് കൺഫർമേഷൻ കിട്ടേണ്ടതുണ്ട്. പിന്നെ പറയുന്നത് കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ആണ്. എന്തിനാണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറയാം? കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ആർ നോട്ട് ആക്ച്വൽ ലയബിലിറ്റീസ്. അത് ശരിക്കുള്ള ലയബിലിറ്റീസ് അല്ല, ബട്ട് ആർ ലൈക്ലി ടു അറൈസ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് എനി ഈവൻറ്റ്. പക്ഷേ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ ഈവൻറ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ലയബിലിറ്റി വന്നു ചേരാം. അങ്ങനെയുള്ളതിനെയാണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എൻ ആക്ച്വൽ ലയബിലിറ്റി ബട്ട് ആർ ലൈക്ലി ടു അറൈസ്. എപ്പോഴാണ് ഇത് ഉണ്ടാവാൻ ചാൻസ്? ഓൺ ഹാപ്പനിങ് ഓഫ് എനി ഫ്യൂച്ചർ ഈവൻറ്റ്. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അതൊരു ലയബിലിറ്റി ആയിട്ട് വന്നേക്കാം. അങ്ങനെയുള്ളതിനെയാണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സാധാരണ പറയുന്നത് ബിൽസ് ഡിസ്കൗണ്ടഡ്, ക്ലെയിംസ് അഗെയിൻസ്റ്റ് ദ ക്ലയൻറ്റ് നോട്ട് യെറ്റ് സെറ്റിൽഡ്, ഗ്യാരണ്ടി ഗിവൻ ടു അതർ പാർട്ടീസ്, എമൗണ്ട് അൺപെയ്ഡ് ഓൺ പാർട്ട്ലി പെയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര. ഇതൊക്കെയാണ് സാധാരണ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ആയിട്ട് വരുന്നത്. കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ഒക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഒരു ഫുട് നോട്ടായിട്ട് കൊടുക്കാറുണ്ട്. ഓഡിറ്റർ അവിടെ അതിൻ്റെ നേച്ചർ, ഓരോന്നിൻ്റെയും നേച്ചർ എന്താണെന്നുള്ളതും ഒക്കെ ചെക്ക് ചെയ്യും. എന്നിട്ട് അത് ആക്ച്വൽ ലയബിലിറ്റീസ് അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുകയും കൂടി ചെയ്യാറുണ്ട്. The value of contingent liabilities disclosed by the client should be checked. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ക്ലയൻറ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള കണ്ടിൻജൻറ്റ് ലയബിലിറ്റിയുടെ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ ഡോക്യുമെൻറ്റ്സും എവിഡൻസും ഒക്കെ വെച്ചിട്ടാണ്.
മാത്രമല്ല കമ്പനീസ് ആക്ടിൽ പറയുന്ന ലീഗൽ പ്രൊവിഷൻസ് ഒക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളിൽ ഫോളോ ചെയ്യുന്നില്ലേ എന്നുള്ളതും കൂടെ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. സോ കണ്ടിജന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് കണ്ടിജന്റ് ലയബിലിറ്റി ആക്ച്വൽ ലയബിലിറ്റീസ് അല്ല. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ഈവൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അത് ലയബിലിറ്റി ആയി മാറാറുണ്ട്. For example, bills discounted, claims against the client not yet settled, guarantee given to other parties, amount unpaid on partly paid investment, etc. കണ്ടിജന്റ് ലയബിലിറ്റീസ് ഒക്കെ ബാലൻസ് ഷീറ്റിൽ ഒരു ഫുഡ് നോട്ടായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അവിടെ ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ട കാര്യം ഏത് നേച്ചറിലുള്ളതാണ്, അതുപോലെ തന്നെ അത് ആക്ച്വൽ ലയബിലിറ്റി തന്നെയല്ലല്ലോ എന്നുള്ളതും ഉറപ്പുവരുത്തുക. വാല്യൂ ഓഫ് കണ്ടിജന്റ് ലയബിലിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്നത് അത് ഡിസ്ക്ലോസ് ചെയ്ത എമൗണ്ട് അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും എവിഡൻസും വെച്ചിട്ട് ഓഡിറ്റർ അത് ചെക്ക് ചെയ്യേണ്ടതാണ്. മാത്രമല്ല കമ്പനീസ് ആക്ടിൽ പറയുന്ന ലീഗൽ പ്രൊവിഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നില്ലേ എന്നുള്ളതും ഉറപ്പാക്കണം. സോ ഇത്രയാണ് ലയബിലിറ്റി, വാല്യൂഷൻ ഓഫ് ലയബിലിറ്റി, ലോങ് ടേം ലയബിലിറ്റി. ലോങ് ടേം ലയബിലിറ്റി എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം ലോങ് ടേം ബോറോയിങ്സ് ആണ്. ഡിബെഞ്ചേഴ്സ്, ലോൺസ് ഫ്രം ബാങ്ക്, അതുപോലെ സബ്സിഡിയറി കമ്പനിയിൽ നിന്ന് കയ്യിൽ നിന്നുള്ള ലോൺസ്, ഇതൊക്കെയാണ് ഇതിൽ വരിക. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കമ്പനിയുടെ പ്രൊവിഷൻസിൽ കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസിൽ പറയുന്ന ലിമിറ്റിന്, മാക്സിമം ബോറോയിങ് ലിമിറ്റിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ ബോറോയിങ്സ് ചെയ്തിട്ടുള്ളത്, അതിൽ പറയുന്ന എല്ലാ പ്രൊവിഷൻസും ഫോളോ ചെയ്യുന്നില്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിബെഞ്ചേഴ്സൊക്കെ ചിലപ്പോൾ പ്രീമിയത്തിലോ അല്ലെങ്കിൽ ഒക്കെ ഡിസ്കൗണ്ടിലൊക്കെ ആയിരിക്കും റിഡീം ചെയ്യുന്നത്. പിന്നെ ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, എന്താണ് ആ എഗ്രിമെൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ, റീപേയ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്നുള്ളതും കൂടെ വെരിഫൈ ചെയ്യണം. പിന്നെ കറൻറ്റ് ലയബിലിറ്റീസ്. കറൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ബോറോയിങ്സ് ആണ്. അതിൻ്റെ റീപേയ്മെൻറ്റ് ഷോർട്ട് പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടക്ട് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, വർക്കിംഗ് ക്യാപിറ്റൽ, ലോൺ ഫ്രം ബാങ്ക്സ് ആൻഡ് ഡയറക്ടേഴ്സ്, ഇതൊക്കെയാണ് അതിൽ വരിക. ഇത് സാധാരണ റെക്കോർഡ് ചെയ്യുന്നത് ബുക്ക് വാല്യൂവിലാണ്. സോ അവിടെ പ്രത്യേകിച്ച് വാല്യൂഷൻ്റെ സമയത്ത് പ്രോബ്ലംസ് ഒന്നും വരാറില്ല. പക്ഷേ ഓഡിറ്റർ അതിൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സും അഗ്രിമെൻറ്റ്സും ഒക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ക്രെഡിറ്റേഴ്സിന് ഡ്യൂ ആയ എമൗണ്ടിനെ പറ്റി ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കൺഫർമേഷൻ കിട്ടേണ്ടതുണ്ട്. പിന്നെ കണ്ടിജന്റ് ലയബിലിറ്റി is not an actual liability. It will likely to arise on the happening of any event. Bills discounted, claims against the client not yet settled, guarantee given to other parties, amount unpaid or partly paid investment, ഇതൊക്കെയാണ് സാധാരണ കണ്ടിജന്റ് ലയബിലിറ്റിയിൽ വരാറുള്ളത്. ബാലൻസ് ഷീറ്റിൽ ഒരു ഫുഡ് നോട്ടായിട്ടാണ് കണ്ടിജന്റ് ലയബിലിറ്റി നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ ക്ലയൻറ്റ് പറയുന്ന കണ്ടിജന്റ് ലയബിലിറ്റീസിൻ്റെ വാല്യൂ അതിൻ്റെ ഡോക്യുമെൻറ്റ്സും എവിഡൻസും ഒക്കെ വെച്ച് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. മാത്രമല്ല കമ്പനീസ് ആക്ടിൽ പറയുന്ന ലീഗൽ പ്രൊവിഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടില്ലേ എന്നുള്ളതും ഉറപ്പുവരുത്തണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ഒക്കെ വാല്യൂഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അതിൽ ഫിക്സഡ് അസറ്റിൻ്റെയും കറൻറ്റ് അസറ്റ്, അതുപോലെ ഇൻടാൻജിബിൾ അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ഇങ്ങനെയുള്ള അസറ്റുകളുടെ വാല്യൂഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത് പഠിച്ചു. അതുപോലെ തന്നെയാണ് ലയബിലിറ്റീസിൻ്റെ കേസിലും ലോങ് ടേം ലയബിലിറ്റിയുടെയും കറൻറ്റ് ലയബിലിറ്റിയുടെയും അതുപോലെ കണ്ടിജന്റ് ലയബിലിറ്റീസിൻ്റെയും വാല്യൂഷൻ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് പഠിച്ചത്. സോ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു.